അസീസി പുണ്യാളൻ ഒരു ദിവസം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അസീസി പുണ്യാളൻ ഒരു മൃദുല സ്വരം ശ്രവിക്കുകയാണ്. Go and prepare my church. പോകുക, എന്റെ ദേവാലയം പുതുക്കി പണിയുക. അസീസി പുണ്യാളൻ ദേവാലയത്തിൽ ഇറങ്ങി അസീസി പട്ടണത്തിലെ ഓരോ ദേവാലയങ്ങളെ മുമ്പിൽ വന്ന് നോക്കി നിൽക്കുക. ഈ ദേവാലയം പുതുക്കി പണിയേണ്ട ആവശ്യമുണ്ടോ? നോക്കിയിട്ട് മനസ്സിലായി ഈ ദേവാലയം പുതുക്കി പണിയേണ്ട, ഇത് പണിതിട്ട് ഏതാനും കാലമില്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ അസീസി പട്ടണത്തിലെ ഓരോ ദേവാലയങ്ങളുടെ മുമ്പിലും അസീസി പുണ്യാളൻ ചെന്നു. എന്നാൽ ഫ്രാൻസിസ് അസീസിക്ക് മനസ്സിലായി, കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗോ ആൻഡ് പ്രിപ്പയർ മൈ ചർച്ച്, എന്റെ ഭവനത്തെ പുതുക്കി പണിയുവാൻ വേണ്ടി അവിടുന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പുറമേ കാണുന്ന കല്ലുകൊണ്ടും മണ്ണുകൊണ്ടുമുള്ള ദേവാലയമല്ല, മറിച്ച് നിന്റെ ശരീരമാവുന്ന ദേവാലയത്തെ, നിന്റെ ജീവിതമാവുന്ന ദേവാലയത്തെ, നിന്റെ കുടുംബമാവുന്ന ദേവാലയത്തെയാണ് ഞാനും നിങ്ങളും പുതുക്കി പണിയേണ്ടതെന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ഈശോ സന്ദേശം നൽകി. വലതുകരമുയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. അസീസി പുണ്യാളനുണ്ടല്ലോ പിന്നീട് പോയത് കല്ലും മണ്ണും കൊണ്ടുള്ള ദേവാലയം പണിയാനല്ല, മറിച്ച് തന്റെ ജീവിതത്തെ പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിലാണോ കർത്താവേ അവിടുന്ന് പുതുക്കി പണിയേണ്ടത്, എന്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിലാണോ ഇരുള് അവിടുന്ന് കയറിയിരിക്കുന്നത്, പ്രകാശം നഷ്ടപ്പെട്ട അവസ്ഥകൾ ഏതൊക്കെയാണോ, പാപത്തിൽ ഞാൻ മുങ്ങിത്താഴുന്ന മേഖലകൾ ഏതൊക്കെയാണോ, എന്റെ ജീവിതത്തിലെ പഴക്ക ദോഷങ്ങൾ ഏതൊക്കെയാണോ, മൂലപാപങ്ങൾ ഏതൊക്കെയാണോ, ഗോ ആൻഡ് റിപ്പയർ മൈ ചർച്ച്, പോകുക, നിന്റെ ജീവിതത്തെ നീ പുതുക്കി പണിയുക. ഇന്ന് കർത്താവ് വിശ്വസിക്കുക, ജെറുസലേം വചന കൂടാരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന 10,000-കണക്കിന് മക്കളോട് അവിടുന്ന് ആവശ്യപ്പെടുകയാണ്, പരിശുദ്ധാത്മാവിൽ അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്, നിന്റെ ജീവിതത്തെ പുതുക്കി പണിയേണ്ട മേഖലകളെ നീ പുതുക്കി പണിയുമ്പോഴാണ് നിന്റെ ജീവിതത്തിലേക്ക് എന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം അവിടുന്ന് വർഷിക്കുകയുള്ള. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ, സർവശക്തിയോടെ ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കും. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുകയാണ്, നിന്റെ ജീവിതത്തെ യാക്കോബ് തരുന്ന കൽപ്പനകളിലൂടെ അവിടുന്ന് പുതുക്കി പണിയണം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. ഒന്നാമതായി യാക്കോബ് ശ്ലീഹ പറയുകയാണ്, ദൈവത്തിന് നിങ്ങൾ വിധേയരായിരിക്കുവിൻ. ഈ പ്രപഞ്ചം മുഴുവൻ വിധേയപ്പെട്ട് ജീവിക്കേണ്ടത് ഒരു വ്യക്തിയോട്, പിതാവായ ദൈവത്തോട്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തോട് ഓരോ മനുഷ്യരും വിധേയപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ വീഴ്ചകളും പരാജയങ്ങളും തോൽവികളും അവിടെ നിന്നുണ്ടാകുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യ മാതാപിതാക്കൾ ആദത്തെയും ഹവ്വായെയും സംബന്ധിച്ചിടത്തോളം ഹവ്വ ദൈവത്തോട് വിധേയപ്പെട്ട് ജീവിച്ചില്ല. എന്നാൽ രണ്ടാമത്തെ ഹവ്വയായ പരിശുദ്ധ കന്യാമറിയം ദൈവത്തോട് വിധേയപ്പെട്ട് ജീവിച്ചു. അതുകൊണ്ട് തന്നെ രക്ഷണീയ ചരിത്രം അങ്ങനെ അങ്ങോട്ട് മാറി മറയുകയാണ്. ആദ്യത്തെ ഹവ്വ ദൈവത്തോട് വിധേയപ്പെട്ട് ജീവിച്ചിരുന്നുവെങ്കിൽ ചരിത്രം ഇങ്ങനെയല്ല, ഒരു പുതിയ ലോക ചരിത്രം തന്നെ ഉണ്ടായേനെ. ഓരോ മനുഷ്യന്റെ പാപം ഏതാ? ദൈവത്തോട് വിധേയപ്പെട്ട് ജീവിക്കാത്തതാണ്. ഒരു ടാപ്പിലൂടെ വെള്ളം വരുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കണം, ഈ ടാപ്പ് വിധേയപ്പെട്ടിട്ടുണ്ട് ടാങ്കിനോട്. ഇതുപോലെ തന്നെ നാം ഓരോരുത്തരും കൈത്തൊണ്ടയായ ദൈവത്തോട് വിധേയപ്പെട്ട് ജീവിച്ചുവെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മിലേക്ക് വർഷിക്കുകയുള്ളൂ. മാത്രമല്ല നമ്മുടെ ഓരോരുത്തരും ജീവിതങ്ങളെ അവിടുന്ന് പുതുക്കി പണിയുള്ളൂ. വലതുകരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, സർവശക്തിയുടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു കുടുംബത്തിന് വിധേയപ്പെട്ട് ജീവിക്കേണ്ട വ്യക്തിയുണ്ട്. ഓരോ വ്യക്തികളും ആ കുടുംബത്തിലെ വിവാഹത്തിലൊക്കെ, വിവാഹം മംഗളകരമായി നമ്മുടെ വിവാഹം എല്ലാം ആസ്വദിക്കപ്പെട്ടപ്പോൾ അന്ന് തിരുവചനം വായിച്ചിട്ടുണ്ട്,
ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് സ്വരയില്ലല്ലോ. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അടിമയാവാനല്ല. കുടുംബത്തിൽ ആ കുടുംബത്തിന്റെ തലവനുണ്ട്. അതാരാ? ഭർത്താവാ. എത്ര കഴിവ് കുറഞ്ഞവനാണെങ്കിലും, എത്ര ഏതൊക്കെ രീതിയുള്ള വ്യക്തിയാണെങ്കിലും, ആ കുടുംബത്തിൽ ആ കുടുംബാംഗങ്ങളെ മുഴുവൻ വിധേയപ്പെട്ട് ജീവിക്കണം ആ കുടുംബത്തിന്റെ കുടുംബനാഥനോട്. ഇതുപോലെ തന്നെ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച പരമപിതാവിനോട് ഓരോ വ്യക്തികളും വിധേയപ്പെട്ട് ജീവിക്കണം. എൻ്റെ അടുക്കല് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിഞ്ഞ് 10 വർഷമായി വിവാഹത്തിന്റെ 10ാം വാർഷികം ആഘോഷിക്കുന്ന ദമ്പതികൾ എൻ്റെ അടുക്കൽ വന്നു. ഇതിനുശേഷം ഈ ഭർത്താവ് എന്നോട് പറയുക, 10 വർഷമായിട്ട് അച്ഛാ ഞങ്ങൾ വളരെ സന്തോഷമായ ജീവിതം നയിക്കുന്നത്. ഇതെങ്ങനെയാന്ന് അച്ഛൻ അറിയോ? ഞാൻ പറഞ്ഞു, എങ്ങനെയാന്ന് അച്ഛൻ എങ്ങനെയാ അറിയാം? ആ സമയത്ത് ഈ ഭർത്താവ് പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ വിധേയപ്പെട്ട ഞങ്ങൾ ജീവിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, കുടുംബത്തിലെ സുപ്രധാനമായ കാര്യങ്ങളൊക്കെ ഭർത്താവായി ഞാൻ തീരുമാനമെടുക്കും, നിസ്സാര കാര്യങ്ങളൊക്കെ എൻ്റെ ഭാര്യയും തീരുമാനമെടുക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ വിധേയപ്പെട്ട് ജീവിക്കുന്നത്. 10 വർഷമായി സന്തോഷത്തോട് സമാധാനത്തോടു കൂടി ജീവിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആകാംക്ഷയായി, ഇതെങ്ങനെ സുപ്രധാന കാര്യങ്ങളും ചെറിയ കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തോട്, എന്താ ഈ നിസ്സാര കാര്യങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? ഭർത്താവ് പറഞ്ഞു, നോക്കി, ഞാൻ ഇവൾക്ക് വിട്ടുകൊടുത്തിരിക്കുക നിസ്സാര കാര്യങ്ങൾ, ബാങ്കിലെ കാര്യങ്ങൾ, ജോലി, വീട്ടിൽ എന്തൊക്കെ വാങ്ങണം വെക്കണം, ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾ, സാമ്പത്തികമായ കാര്യങ്ങൾ, മക്കളുടെ പഠനം, ഇതുപോലുള്ള കാര്യങ്ങൾ ഭാര്യയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സുപ്രധാന കാര്യങ്ങൾ കുടുംബത്തിലെ? അപ്പൊ ഈ മനുഷ്യൻ പറയാ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ആ തീരുമാനമെടുക്കുന്ന. ആസിയാൻ കരാർ, പാകിസ്ഥാൻ പ്രശ്നങ്ങൾ, ഭീകരവാദം, വേൾഡ് ബാങ്ക്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനമെടുക്കും. അതുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും 10 വർഷമായി സമാധാനത്തോടു കൂടി ജീവിക്കുന്ന. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള വിധേയത്തെ അല്ല ഈശോ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന. നിന്റെ ജീവിതത്തിന്റെ 1ാം സ്ഥാനം നീ കൊടുക്കേണ്ട നിന്റെ തമ്പുരാൻ കർത്താവിനാ. ഇതുപോലെ തന്നെ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാ, അച്ഛാ, ദൈവത്തോടുള്ള വിധേയത്വം എനിക്ക് എത്ര സ്ഥാനം ഞാൻ തമ്പുരാനെ കൊടുത്തേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം ഈ സ്ത്രീ പറയുകയാണ്, 2 ആഴ്ചയായി അച്ഛാ പള്ളി പോയിട്ട്. എന്ത് പറ്റി പള്ളി പോകാത്തതിന് കാരണം? ഒന്ന്, അനിയത്തിയുടെ കല്യാണം കാരണം. പിന്നത്തെ ആഴ്ചയുണ്ടല്ലോ വീട്ടില് സ്ഥലമൊക്കെ വീതം വെക്കുക, അളക്കാൻ ആൾക്കാർ വന്നിരിക്കുക, അതുകൊണ്ട് പള്ളി പോയിട്ടില്ല. പിന്നെ വീട്ടിലെ എനിക്ക് പഴയ പോലെ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാറില്ല. എന്ത് പറ്റി? ഈ സ്ത്രീ പറയുകയാണ്, മക്കളുടെ പരീക്ഷ എടുത്തിരിക്കുക അച്ഛാ, ഞാൻ 10-15 മിനിറ്റ് കൊണ്ട് എൻ്റെ പ്രാർത്ഥന ഞാൻ അവസാനിപ്പിക്കും. കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വരം എങ്ങാനും പുറത്തേക്ക് പോയാൽ മക്കൾക്ക് ഇതൊരു ഡിസ്റ്റർബൻസ് ആവുമല്ലോ, പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കാറില്ല. ഇങ്ങനെ ഓരോന്നും പറഞ്ഞതിന് ശേഷം ഈ സ്ത്രീയുടെ ജീവിതത്തിൽ എത്ര സ്ഥാനമാണ് തമ്പുരാന് കൊടുത്തതെന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ, അരമണിക്കൂർ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സ്ത്രീ തന്റെ ജീവിതത്തിൽ 7ാം സ്ഥാനമാണ് തമ്പുരാൻ കർത്താവിന് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. 1ാം സ്ഥാനം കൊടുക്കേണ്ട തമ്പുരാന് കൊടുക്കേണ്ട സ്ഥാനത്ത് അനിയത്തിയുടെ കല്യാണവും കുടുംബത്തിന്റെ കാര്യങ്ങളും സ്ഥലം വീതം വെക്കലും അതുപോലെ തന്നെ മക്കളുടെ പരീക്ഷയും പഠനവും എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ആർക്കാണ്? തമ്പുരാൻ കർത്താവിന്. എന്നാൽ ദൈവത്തോട് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ 1ാം സ്ഥാനം തമ്പുരാൻ കർത്താവിന് കൊടുക്കും. എല്ലാ കാര്യങ്ങളിലും എന്റെ തമ്പുരാന്റെ കരം പിടിച്ചുകൊണ്ട് ആ കുടുംബവും ആ വ്യക്തിയും മുന്നോട്ട് നീങ്ങാം. നിന്റെ ജീവിതത്തെ പുതുക്കി പണിയുമ്പോൾ എന്റെ ജീവിതത്തിൽ 1ാം സ്ഥാനം എന്റെ തമ്പുരാൻ കർത്താവിനാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ഇന്നേ ദിവസം നാം പരിശോധിച്ച് നോക്കണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ, സർവശക്തിയോടെ ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ വീണ്ടും യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ ശത്രുവായ പിശാചിനെ ചെറുത്തു നിൽക്കുവേൻ. നിങ്ങളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ശത്രുവായ പിശാച് നിങ്ങളെ ഏത് സമയവും ആക്രമിച്ചു കൊണ്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, കാർഗിലിൽ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയുടെ പട്ടാളക്കാര് കാർഗിലിൽ നാം ഒക്കെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമ്പോഴും
നമ്മെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ ഉണർന്നിരിക്കുകയാണ്. ഏതു സമയവും ആക്രമം ഉണ്ടാകാം. ഈ ആക്രമത്തെ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടി ഈ പട്ടാളക്കാര് രാത്രിയുടെ യാമങ്ങളിലും അവരുടെ ക്ഷീണമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഉണർന്നിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിലും ആ വ്യക്തിയെ തകർക്കുന്നതിന് വേണ്ടി പിശാച് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പല സമയങ്ങളും പിശാച് കടന്നു വരുന്നുണ്ട്. ആരെ ആക്രമിക്കണം? ഏറ്റവും നല്ലതിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിശാച് കടന്നു വരിക. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്താണ്? അതാണ് പിശാച് കാർന്നു തിന്നുക. ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ആത്മാവാ, അവളുടെ ആത്മാവാ. ഈ ആത്മാവിനെ എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് പിശാച് കടന്നു വരിക. കാർഗിൽ പട്ടാളക്കാര് ബോംബും തോക്കുകൾ കൊണ്ട് അതിനെ എതിർക്കാൻ വരുന്ന ശത്രുക്കളെ തോൽപ്പിക്കുമെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ഒരു വ്യക്തി തോൽപ്പിക്കേണ്ടത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ആയുധമായ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടുമാണ് പിശാചിനെ അവിടുന്ന് തോൽപ്പിക്കേണ്ടത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. ഏദൻ തോട്ടത്തില് പിശാച് കടന്നു വന്നു പാമ്പിന്റെ രൂപത്തിൽ. എന്നാൽ ഈ പിശാചിന് വിധേയപ്പെട്ടു പോയി ആദ്യത്തെ അമ്മയായ ഹവ്വ. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഈ പിശാച് ഈ ഹവ്വയെ ആക്രമിക്കാൻ വന്നപ്പോൾ നോ എന്ന് ഹവ്വ പറഞ്ഞിരുന്നുവെങ്കിൽ രക്ഷണീയ ചരിത്രം തന്നെ ആകെ തന്നെ മാറിപ്പോയേനെ. ഇതുപോലെ തന്നെ ദാവീദ് ദൈവം പ്രത്യേകമായി അഭിഷേകം ചെയ്തവനാ, പ്രത്യേകമായി തെരഞ്ഞെടുത്തവനാ. വസന്തകാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിന് പോകേണ്ട സമയത്ത് ഈ രാജാവ് യുദ്ധത്തിന് പോകാതെ ആ രാജാവ് എന്താ ചെയ്തത്? നട്ടുച്ച നേരത്ത് സയാൻ കാലഘട്ടത്തിൽ അദ്ദേഹം കിടന്നുറങ്ങി. ആ സമയത്ത് ആ ഉറക്കത്തിലേക്ക് പിശാച് കടന്നു വന്നു അദ്ദേഹത്തെ പാപം ചെയ്യുവാൻ അവിടുന്ന് പ്രേരിപ്പിച്ചു. ദൈവത്തിന്റെ അഭിഷേകമുള്ള മനുഷ്യനാ, ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്തവനാ. എന്നാൽ ഈ ദാവീദിനെ പിശാച് കാർന്നു തിന്നു. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മെ തകർക്കുന്നതിന് വേണ്ടി പിശാച് കടന്നു വരുന്നുണ്ട്. നിന്റെ കുടുംബ ജീവിതത്തിന്റെ സ്വസ്ഥത കളയുന്നതിന് വേണ്ടി പിശാച് പല രൂപത്തിലും പല ഭാവത്തിലും നിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. സാംസൺ ദൈവത്തോട് ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യം മാത്രമാണ്, ജ്ഞാനം തരണമേ. ദൈവം ജ്ഞാനം നൽകി. എന്നാൽ ഒരു മണ്ടിപ്പെണ്ണിന്റെ മുമ്പില് തന്റെ അഭിഷേകം നഷ്ടപ്പെടുത്തിയവനാ സാംസൺ. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, യൂദാസിനെ കുറിച്ച് നോക്കിയേ. യൂദാസ് ആരായിരുന്നു? ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്തവനാണ്, ദൈവത്തിന്റെ കയ്യൊപ്പുള്ളവനാണ്, ദൈവത്തിന്റെ അഭിഷേകമുള്ളവനാണ്. ഇതുപോലെ തന്നെ എല്ലാ സമ്പത്തും കൈക്കലാക്കിക്കൊണ്ട് തമ്പുരാന്റെ കൂടെ നടന്നീങ്ങിയവനാ. എന്നാൽ ഈ യൂദാസിലേക്ക് പിശാച് കടന്നു വന്നു. പിശാച് ഈ യൂദാസിനെ ആക്രമിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇന്ന് ലോകം മുഴുവൻ വിശുദ്ധ യൂദാസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയേണ്ടതായിരുന്നു. എന്നാൽ പിശാചിന്റെ പ്രേരണയ്ക്ക് ഈ യൂദാസ് വിധേയനായി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ യൂദാസിന്റെ അഭിഷേകം നഷ്ടപ്പെട്ട് ഒരു മുഴം കയറിന് തന്റെ ജീവിതത്തെ അവസാനിപ്പിക്കേണ്ടി വന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് തിരുവചനം നാം ശ്രവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന ഏതെങ്കിലും പിശാച പാപത്തിന്റെ മേഖലയുണ്ടെങ്കിൽ കർത്താവ് ശംശ നമ്മോട് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി അവിടുന്ന് ആവശ്യപ്പെടുകയാണ്. നിന്റെ ജീവിതത്തെ തകർക്കുന്ന, നിന്റെ കുടുംബത്തിന്റെ അഭിഷേകം കളയുന്ന, നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന പിശാചുകൾ, പാപത്തിന്റെ വഴികൾ നീ വിട്ടുപേക്ഷിക്കണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ, സർവശക്തിയോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം പറയുകയാണ്, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന, കൊന്നുകളയുന്ന, നശിപ്പിച്ചു കളയുന്ന പിശാചുക്കൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്.
പല രൂപത്തിലും പല ഭാവത്തിലും. ഈ പിശാചിനെ നീ ചെറുത്തു നിന്നില്ലെങ്കിൽ നിന്റെ ആത്മീയ ജീവിതം തകർന്നു പോകും. മാത്രമല്ല, പിശാച് ഓരോ വ്യക്തിയിൽ നിന്നും എടുത്തുകൊണ്ട് പോകുക. ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ആത്മാവാണ്. ആ ആത്മാവിനെ പിശാച് എടുത്തുകൊണ്ട് പോകും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ. വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളിലൊക്കെ വലിയ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ ലൈംഗികമായ പ്രലോഭനം വന്നു കഴിഞ്ഞപ്പോ ഈ ഫ്രാൻസിസ് അസീസി പുണ്യാളൻ എന്താ ചെയ്തതെന്നറിയോ? ആ പ്രലോഭനത്തിന് അടിമപ്പെടുകയല്ല ചെയ്തത്, മറിച്ച് തന്റെ ആശ്രമത്തിന് മുമ്പിൽ നിൽക്കുന്ന റോസച്ചെടികളുണ്ട്. ഈ റോസച്ചെടികളുടെ മുള്ളുകളുടെ ഇടയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഉരുണ്ട് ആ പിശാചാകുന്ന പ്രലോഭനത്തെ അദ്ദേഹം അതിജീവിച്ചു. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിൽ പിശാച് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുക, ഈ ലോകത്തില് വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലെ ഒരു മനുഷ്യനുണ്ടായത് നന്നായി, 3 പേരുണ്ടായിരുന്നുവെങ്കിൽ പിശാചുക്കളായി ഞങ്ങൾ ലോകം വിട്ടു തന്നെ പോകേണ്ട വന്നേനെ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. അതുപോലെ തന്നെ സാമുവേൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, കേവലം ബാലൻ. എന്നാൽ ദൈവത്തിന് വിധേയപ്പെട്ട് സാമുവേൽ ജീവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം സാമുവേലിനെ കരം പിടിച്ചുയർത്തി പുരോഹിതനാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടതാണ് എളിമ എന്ന് പറയുന്ന പുണ്യം. ഒരു വ്യക്തി ആത്മീയമായി ഉയർന്ന ഒരു വ്യക്തിയെ പിശാച് തകർക്കുവാൻ വേണ്ടി ചെയ്യുന്ന എന്താണ് എന്നറിയാമോ? ആ വ്യക്തിയുടെ ഹൃദയത്തിലെ അഹങ്കാരത്തിന്റെ വിതയ്ക്കും. ആ വ്യക്തി അതോടുകൂടി തകർന്നു വീഴുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ പറയുന്നത്, തന്നെ ഉയർത്തുന്നവൻ അവൻ ഒരിക്കലും ഉയരുകയില്ല. തന്നെ താഴ്ത്തുന്ന വ്യക്തി മാത്രമേ, ആ വ്യക്തിയിലേക്ക് മാത്രമേ ദൈവം ഇറങ്ങി വരികയുള്ളൂ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ, സർവശക്തിയോടെ ഹല്ലേലൂയ.